ഖാദി റളിയല്ലാഹു തആല അൻഹു ഇപ്പൊ പ്രത്യേകിച്ച് ഉമർ ഖാദിയുടെ ആ പ്രഖ്യാപനത്തിന് വലിയ സാധുതയുണ്ട് ഈ കാലഘട്ടത്തിൽ, വലിയ പ്രാധാന്യമുണ്ട് ഈ കാലഘട്ടത്തിൽ. പലർക്കും അസ്ഥി സംബന്ധമായ രോഗങ്ങൾ വ്യാപകമാണ്. എല്ലു തേയ്മാൻ അടക്കമുള്ള അതുപോലെയുള്ള മറ്റ് പല മാരകമായ രോഗങ്ങളും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം പഴഭക്ഷണമാക്കണം. മനുഷ്യൻ ഭൂമിയിൽ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടെയാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ പഴങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. പ്രഭാത ഭക്ഷണത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. ആരോഗ്യത്തെ താറുമാറാക്കുന്ന വലിയൊരു പ്രശ്നമാണത്. പ്രത്യേകിച്ചും സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോകുന്ന പെൺകുട്ടികളിലുള്ള ഒരു ചീത്ത സ്വഭാവമാണ്. ബസ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് നേരത്തെ സ്കൂളിൽ എത്താൻ കഴിയൂല എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ പെൺകുട്ടികൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നു. തിരക്ക് പറഞ്ഞിട്ട് പാടില്ല. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും കൗമാരപ്രായം മുതൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നല്ല ഭക്ഷണം കണ്ടെത്തി കൊടുക്കണം മാതാപിതാക്കൾ. കാര്യം ഒരു സമൂഹത്തെ പുനഃസൃഷ്ടിക്കുക എന്ന ഉത്തരവാദിത്വം സ്ത്രീകളിലാണ്. ആരോഗ്യമുള്ള സ്ത്രീ ശരീരങ്ങളിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാവുള്ളൂ. ആരോഗ്യമുള്ള സ്ത്രീ ശരീരത്തിലൂടെ മാത്രമേ ആരോഗ്യമുള്ള ഒരു ഒരു മനുഷ്യ സമൂഹം ഉണ്ടാവുള്ളൂ. അപ്പോ കൗമാരപ്രായം മുതൽ തന്നെ പെൺകുട്ടികൾക്ക് ചേരുന്ന പഴവും അവർക്ക് ചേരുന്ന ഭക്ഷണമൊക്കെ കൊടുക്കണം. പപ്പായ എന്ന് പറയും, ഇവിടെ എന്താ പറയാന്നറിയില്ല. കർമൂസ, പപ്പായ മാറ്റൂല്ലല്ലോ, ഞാൻ പറഞ്ഞ മാറിയിട്ടില്ലല്ലോ. പപ്പായ, കപ്പക്ക എന്ന് പറയും ചില സ്ഥലത്ത്. പല സ്ഥലത്തും അതിന്റെ മരം മുറിച്ച് കളഞ്ഞിട്ട് ഉള്ള മരം പൊട്ടി വീട് സംരക്ഷിക്കൂല. ഏറ്റവും ഗുണമുള്ള ഗർഭപാത്രത്തെ ശക്തിപ്പെടുത്തുന്ന പഴമാണ് പപ്പായ, പഴുത്ത പപ്പായ. 10-12 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇന്ന് പിരീഡ് എന്താ പറയാ, മെൻസസ്, മാസമുറ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? ഓരോ നാട്ടിലും വേറെ പേരുണ്ടോന്ന് അറിയില്ല, എനിക്ക് അതാ പേടി. ഈ മാസമുറയുമായി ബന്ധപ്പെട്ട ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ പഴത്തിന് കഴിയും. അപ്പം നമ്മൾ അത് മനസ്സിലാക്കി അവർക്ക് അത് കൊടുക്കണം. കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾക്ക് പപ്പായ കഴിക്കാൻ കൊടുക്കണം. എന്തിന്? സ്ട്രെങ്ത്ഫുൾ വോംബ്, ശക്തിയുള്ള ഗർഭപാത്രം അവർക്കുണ്ടായിത്തീരും. അത്തരം ശക്തിയുള്ള ഗർഭപാത്രം, അത്തരം ശക്തിയുള്ള ഗർഭപാത്രത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായി പുറത്തു വരും. ഇന്ന് വ്യാപകമായി സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അബോർഷൻ ആവുക. 2 മാസമാകുമ്പോൾ 3 മാസമാകുമ്പോൾ വ്യാപകമായി ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അബോർഷൻ. അലസിപ്പോവുക, ഗർഭം നിൽക്കാതെ അലസിപ്പോ വ്യാപകമാണ്. അതിന്റെ കടക്കൊക്കെ കേട്ട് ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാ? പലപ്പോഴും ഗർഭപാത്രത്തിന് ശക്തിയില്ല. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത സമയമാകുമ്പോഴേക്കും ഇളകി രക്തവും മാംസപ്പിണ്ടൊക്കെ ആയിട്ട് കഷ്ണം പീസസ് ആയിട്ട് പുറത്തു പോവാണ്. അപ്പൊ ശക്തിയുള്ള ഗർഭപാത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ നല്ല കാര്യമാണ്, ആരോഗ്യമുള്ള സ്ത്രീയുടെ ലക്ഷണമാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാം പറഞ്ഞ് കൂടുതൽ പ്രസവിക്കാൻ സാധ്യതയുള്ള പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കണമെന്ന്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനെ അവരെ നോട്ട് ചെയ്തോളി. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. പെണ്ണ് കാണാൻ പോകുമ്പോ നീ കൂടുതൽ പ്രസവിക്കുമെന്ന് ചോദിച്ചാൽ വിവരം അറിയും. അറിയിക്കാൻ പറ്റൂലല്ലോ. ഫിഖ് പറയണ വലൂതും വദൂതും അങ്ങനെയല്ലേ കിതാബിലുള്ളല്ലേ? നീ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ചികിത്സിച്ചതിന്റെ പൈസ തീരും. കാരണം പ്രസവം കുറഞ്ഞ പെണ്ണുങ്ങളിൽ വല്ലാത്ത രോഗങ്ങൾ വരും. ഒരു സ്ത്രീയുടെ പ്രസവം എത്ര കണ്ട് കുറയുന്നു അത്ര കണ്ട് അവൾ മാരകമായ രോഗങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോ സ്ത്രീകളിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള 2 ക്യാൻസറിനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒന്ന് ബ്രസ്റ്റ് ക്യാൻസറാണ്, മാറിടത്തിൽ വരുന്ന ക്യാൻസറാണ്. മറ്റൊന്ന് ഗർഭാശയ ഗള ക്യാൻസറാണ്. ഒരുപാട് കാരണങ്ങൾ എണ്ണി പറഞ്ഞെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഒന്ന് പറഞ്ഞത് പ്രസവം കുറഞ്ഞു, മുലയൂട്ടൽ കുറഞ്ഞു എന്നതാണ്. സ്ത്രീകളൊക്കെ മനസ്സിലാക്കിയത് മുലയൂട്ടലിലൂടെ കുഞ്ഞിനാണ് ഗുണമെന്നാണ്. കുഞ്ഞിനേക്കാൾ ഗുണം ഉമ്മക്ക. ഒരു സ്ത്രീ എത്ര കണ്ട് കുഞ്ഞിന് പാല് കൊടുക്കണോ കുഞ്ഞിന് കിട്ടുന്നതിനേക്കാൾ ഗുണം ആർക്ക് കിട്ടും? പാല് കൊടുത്ത ഉമ്മാക്ക് കിട്ടും. ഒരു സ്ത്രീ എത്ര കണ്ട് മുലയൂട്ടൽ കുറയുന്നുവോ അത്ര കണ്ട് ദുരിതത്തിലാവും ആര്? പെണ്ണ്. പക്ഷെ ഇന്ന് വേറൊരു പ്രശ്നം എന്താണ്? മുലപ്പാല് കുറഞ്ഞു പോവുക. സ്ത്രീ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള വേറൊരു പ്രശ്നമാണ് മുലപ്പാല് കുറയുക.
ഗർഭകാലഘട്ടത്തിൽ കഴിക്കുന്ന ചില മെഡിസിനുകളും പ്രസവത്തിന്റെ തൊട്ടുമുമ്പ് വെക്കുന്ന ചില ഇഞ്ചക്ഷനുകളും തെറ്റായ ഭക്ഷണ രീതികളും കാരണം മുലപ്പാല് കുറഞ്ഞു പോകുന്നു സ്ത്രീകളിൽ. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യന്റെ ആരോഗ്യം തീരുമാനിക്കുന്നതിൽ പ്രധാനപ്പെട്ട പാനീയമാണ് മുലപ്പാല്. ഭക്ഷണം എന്നതിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പറയുമ്പോൾ 6 മാസം വരെ മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പാടില്ലാത്ത കുഞ്ഞ് കഴിക്കേണ്ട ഭക്ഷണം എന്താ? ഒരു ഭക്ഷണവും പാടില്ല എന്ന ഇസ്ലാമിക വൈദ്യശാസ്ത്രം. ജനിച്ച് 6 മാസം വരെ കുഞ്ഞുങ്ങൾ വേറെ ഒരു ഭക്ഷണവും പാടില്ല. ഈ കാലഘട്ടത്തിലെ കുട്ടികളിൽ രോഗങ്ങൾ വല്ലാണ്ട് വ്യാപിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ചില പൗഡറുകളാണ്. ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജായി വരുമ്പം തന്നെ പല കുടുംബവും ടിൻ ഫുഡ്സ്, ചില പൗഡറുകൾ വാങ്ങിയാണ് വീട്ടിലോട്ട് വരുന്നത്. ചില ആളുകൾ ഉമ്മയുടെ മുലപ്പാല് കുറവാണെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഈ പൗഡറുകൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ചില ആളുകൾ ഉമ്മക്ക് പാല് കുറവാണ് എന്ന ന്യായം പറഞ്ഞിട്ടാണ് പൗഡറുകൾ കുറുക്കിയെടുത്ത് കൊടുക്കുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു, മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹു, അള്ളാഹുവിന്റെ വഹീനാൽ സംസാരിച്ച മുഹമ്മദ് റസൂൽ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരികളായ സ്വഹാബത്തെ കിറാം, അവരിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചെടുത്ത സ്വഹാബത്തിൽ നിന്നും ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചെടുത്ത മഹാന്മാരായ അഇമ്മത്തിലൂടെ, ഇമാമിങ്ങളിലൂടെ വളർന്നു വന്ന വൈദ്യശാസ്ത്രമാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രം. ഇസ്ലാമിക വൈദ്യശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നത് ജനിച്ച് 6 മാസം വരെ ഉമ്മയുടെ പാലല്ലാത്ത ഭക്ഷണം വയറിലെത്താൻ പാടില്ല. ഇന്ന് കുട്ടികളിൽ മഹാഭൂരിഭാഗം കുഞ്ഞുങ്ങളും പല രോഗത്തിന്റെ അടിമകളായത് എന്തുകൊണ്ടാണ്? ഇപ്പറഞ്ഞ ടിന്നുകളിൽ, ബോക്സുകളിൽ വരുന്ന ഭക്ഷണങ്ങളാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ലാത്ത സമയമാണത്. എത്രത്തോളം മഹാന്മാര് പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ താല്പര്യത്തിൽ മാത്രമായി മനുഷ്യൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ഘട്ടമാണ് ആദ്യത്തെ 4 മാസം. ആദ്യത്തെ 4 മാസം കുഞ്ഞ് കേൾക്കുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രം വരട്ടെ. മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവർകൾ പഠിപ്പിച്ചൊരു ഇൽമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം 4 മാസം വരെ മുഹമ്മദുർ റസൂലുള്ളാഹ് ചേർത്തിട്ട് താരാട്ട് വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മതി. 4 മാസത്തിന് ശേഷം മുഹമ്മദ് റസൂലുള്ളാഹ് ചേർത്താ മതി. എന്താ പറയാൻ കാരണം? ആ സമയത്ത് മനുഷ്യന്റെ താല്പര്യം കൂടുതലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം കേൾക്കാനാണ്. അപ്പൊ ഭൗതികമായ താല്പര്യം തീരെ ഇല്ലാത്ത സമയത്ത് അഭൗതിക ഗുണങ്ങൾ കൂടുതലുള്ള ഭക്ഷണമായ മുലപ്പാല് കുഞ്ഞുങ്ങൾ കുടിക്കണം. അഭൗതികമായ ഗുണങ്ങൾ പരിപാലകനായ രക്ഷിതാവിന്റെ പ്രത്യേകമായ ഔദാര്യമാണ് സ്ത്രീകളിലെ മുലപ്പാൽ. അത്ഭുതമാണ് സ്ത്രീകളിലെ മുലപ്പാൽ. രോഗപ്രതിരോധ ശേഷി, മരിക്കുവോളം രോഗപ്രതിരോധ ശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ പാനീയമാണ് മാതാവിന്റെ മുലപ്പാൽ. പക്ഷേ അവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇന്നിപ്പോ കുഞ്ഞുങ്ങൾക്ക് സൂക്കട, കുഞ്ഞുങ്ങൾക്ക് വ്യാപകമായി രോഗങ്ങളാണ്. പ്രധാന കാരണം പറഞ്ഞത് പലപ്പോഴും സ്ത്രീകളുടെ മുലപ്പാല് ചീത്തയായി എന്നതാണ്. മുലപ്പാല് ചീത്തയാവാനുള്ള കാരണം പറഞ്ഞെന്താ? പഴകിയ ഭക്ഷണം കഴിക്കുക, തണുത്ത ഭക്ഷണം കഴിക്കുക, പുളിച്ച ഭക്ഷണം കഴിക്കുക, ഭക്ഷണത്തിന്മേൽ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് മുലപ്പാല് ചീത്തയാവാൻ കാരണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ രോഗമാണ്. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അപ്പൊ പറഞ്ഞു വന്നത്, പഴഭക്ഷണങ്ങൾ കഴിക്കണം, പഴത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രഭാതത്തിൽ പ്രത്യേകിച്ചും കാലിവയറുകളിൽ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഭക്ഷണം പഴമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈത്തപ്പഴമാണ്. ക്യാൻസറിന് പോലത്തെ മാരകമായ രോഗങ്ങളെ തടയാൻ കഴിവുള്ള വസ്തുക്കൾ കരോട്ടിൻ പോലത്തെ വസ്തുക്കൾ ഈത്തപ്പഴത്തിലുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കാറില്ല. സുലഭമായി ലഭിക്കുമെങ്കിൽ ഇപ്പോഴും നമ്മളത് കഴിച്ചു തുടങ്ങിയിട്ടില്ല. എത്ര വില കൂടിയ മരുന്നാ പലരും കഴിക്കണേ. കാരക്കയില്ലാത്ത വീട്ടിൽ ഭക്ഷണമില്ലെന്ന് മുഹമ്മദ് റസൂൽ. ഭക്ഷണത്തിൽ വലിയ ഗൗരവമുള്ള സാധനമാണ്. എന്റെ മഹാനായ ഗുരുനാഥൻ അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഒരു ദിവസം ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യത്തോടെ കഴിക്കുന്ന ഭക്ഷണം ഈത്തപ്പഴ. ഞാൻ പലപ്പോഴും ആ മഹാനുഭാവനെ കണ്ടപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ അദ്ദേഹം കഴിക്കുന്നത് കണ്ടത് ഈത്തപ്പഴ.
അദ്ദേഹത്തെ ഗസ്റ്റായി വിളിച്ച വീട്ടുകാർ അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം പ്രത്യേകം കഴുകി സൂക്ഷിക്കും, ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടടുത്ത് കൊണ്ടുവെക്കും. ഏറ്റവും രാവിലെ എഴുന്നേറ്റ് സുബഹ നിസ്കരിക്കുന്നതിന് മുമ്പ് മഹാനുഭാവം കഴിക്കുന്ന ഭക്ഷണം ഈത്തപ്പഴവും നേന്ത്രപ്പഴമാണ്. അദ്ദേഹത്തിന് പിടികൂടിയ മാരകമായ ക്യാൻസർ എന്ന രോഗത്തെ അദ്ദേഹം അതിജയിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇത് വ്യാപകമാട്ടെ. ക്യാൻസർ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ 2 കോടിയിൽ പരം ആളുകൾക്ക് ക്യാൻസർ വരികയല്ലേ ഓരോ കൊല്ലവും. ഓരോ കൊല്ലവും പിടികൂടുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണത്തിലെ 2 കോടിയാണ്. റമദാൻ ആയാൽ പോലും നമ്മളതിന് പ്രാധാന്യം കൊടുക്കില്ല. റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പഴയത് ഈത്തപ്പഴാണ്. നമ്മൾ വാങ്ങൽ ബത്തക്ക, നമ്മൾ വാങ്ങൽ പൈനാപ്പിൾ, നമ്മൾ വാങ്ങൽ മുന്തിരി. ഇതൊന്നും റമദാനായിട്ട് ബന്ധമില്ലാത്താണ്, റമദാനിൽ തീരെ കൊള്ളാത്തതാണ്. കച്ചവടക്കാർക്കൊക്കെ ദേഷ്യം പിടിക്കുമെന്നറിയില്ല. ആകെ 4 ബത്തക്ക ചെലവാകുന്ന സമയമാണത്. നോമ്പുറിക്കണ സമയത്ത് വേണ്ടാന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിന്നെപ്പോഴും കഴിച്ചോളി. റമദാൻ എന്ന് പറഞ്ഞാൽ കുറെ ഫ്രൂട്ട്സ് ഒന്നും ശരീരം നന്നാക്കേണ്ട സമയമല്ല. നമ്മളെന്താ ശരീരം ക്ഷീണിച്ചെന്താ ഇത്തിരി കൊഴുപ്പങ്ങോട്ട് പോട്ടെ, കാബിളൊക്കെ കുറച്ച് ഒട്ടട്ടെ. എന്താ അതിനെ കൊണ്ട് വരാനുള്ളത്? പഴം തിന്നുമ്പോൾ പറഞ്ഞു നോമ്പൊക്കെയല്ലേ, ക്ഷീണം വരാതിരിക്കാൻ പഴങ്ങൾ നല്ലതാണ്. എന്താ ക്ഷീണം വന്നാല്? എന്താ ക്ഷീണം വന്നാല്? അങ്ങനെയാണെങ്കിൽ റമദാന്റെ പകലിലല്ലേ ക്ഷീണം വരേണ്ടത്? എന്താ പകലിൽ ക്ഷീണമില്ലാത്തത്? എന്താ ക്ഷീണമില്ലാത്തത്? ഗൾഫിലൊക്കെ സഹോദരന്മാര് ജോലി ചെയ്യുന്നുണ്ടോ റമദാനിൽ? ക്ഷീണമുണ്ടോ അവർക്ക്? എന്റെയൊക്കെ നാട്ടിലെ ചില വമ്പന്മാര് പറയും നോമ്പ് കുറിച്ച വല്ലാത്ത ക്ഷീണാണ്. പകല് നല്ല റാഹത്താണ്. അതിൽ നിന്ന് മനസ്സിലായിക്കൊണ്ട ശരീരത്തിന്റെ താല്പര്യം എന്താണ്. വയറ് നിറയെ തിന്നുന്നവർ അതിൽ നിന്ന് മനസ്സിലായിക്കൊണ്ട ശരീരത്തിന്റെ താല്പര്യം എന്താണ്. റമദാന്റെ പകല് നല്ല റാഹത്താണ്, നോമ്പ് മുറിച്ചാൽ ആ ക്ഷീണം. അപ്പൊ റമദാൻ ഷരീഫിൽ നാം പഴങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഈത്തപ്പഴം തെരഞ്ഞെടുക്കുക. മറ്റുള്ളതിനൊന്നും വലിയ ചാൻസ് ഇല്ല. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നോമ്പ് മുറിക്കണ നേരത്തെ ദയവേത് നിങ്ങൾ പൈനാപ്പിൾ കഴിക്കരുത്, ദയവ് ചെയ്ത് നിങ്ങൾ ബത്തക്ക കഴിക്കരുത്, ദയവ് ചെയ്ത് നിങ്ങൾ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കരുത്. ഭക്ഷണത്തോട് ആർത്തി കൂട്ടും. എത്ര തിന്നാലും മതിയാവില്ല. കുറെ തിന്നണം എന്ന് തോന്നും. റമദാൻ എന്ന് പറഞ്ഞ എന്താണ്? പകല് മുഴുപട്ടിണിയും രാത്രി അരപ്പട്ടിണിയും കിടക്കേണ്ട മാസം. ശൈത്താനെ പിടിച്ച് കെട്ടിട്ടു എന്ന് പറഞ്ഞ ഒരർത്ഥം എന്താ? കുറെ അർത്ഥമുണ്ട്. ഒരർത്ഥം എന്താ? ശൈത്താന് രക്തത്തിൽ ഇടപെടാൻ ചാൻസ് ഇല്ലാണ്ടായി. ശൈത്താൻ എങ്ങനെ രക്തത്തിൽ ഇടപെടുന്നത്? ഭക്ഷണത്തിലൂടെ. അവ ഭക്ഷണം കുറച്ചു, ശൈത്താൻ ഇടപെടാൻ ചാൻസ് ഇല്ലാണ്ടായി. അതിന് പകരം വീട്ടുന്ന രൂപത്തിൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കണ സമയം മുതൽ അത്താഴത്തിന് സുബ്ഹ് ബാങ്ക് കൊടുക്കണ സമയം വരെ തിന്നാന്ന് പറഞ്ഞാൽ എന്താ കാട്ടുക? ചില ആള് നടക്കുമ്പോൾ വരെ എടുത്തു തിന്നു. എന്തൊരു അവസ്ഥയാണ്. അതൊരു മാനസിക രോഗമാണ്. നടക്കുമ്പോൾ എടുത്തു തിന്ന. നിന്നിട്ട് തന്നെ തിന്നാൻ അനുവാദമില്ല ഇസ്ലാമിൽ. നിന്നിട്ട് വെള്ളം കൊടുക്കാൻ അനുവാദമില്ല ഇസ്ലാമിൽ. ഇരിക്കണം അതിന്റെ ഒരു ആദാബുൽ അക്ൽ. ഭക്ഷണത്തിന്റെ മര്യാദ പറയണതിൽ വളരെ പ്രധാനമാണ്. ഇരുന്ന് കുടിക്കുക, ഇരുന്ന് തിന്നുക എന്ന് പറഞ്ഞിട്ട് ചില ആളുടെ നടന്നിട്ട് തിന്നും, ചിലപ്പോൾ ഓടിയിട്ടും തിന്നും. പുതിയ കാലത്ത് ഭക്ഷണത്തിന് ശേഷമോ മുമ്പൊക്കെ ഇത്തിരി പഴം കഴിക്കുമെന്നല്ലാതെ പഴം മാത്രം ഭക്ഷണമായി കഴിക്കുന്ന ആളുകൾ നമ്മളിലില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? പഴം മാത്രം ഭക്ഷണമായി കഴിക്കുന്ന ആരാ ഉള്ളേ? നിങ്ങൾ ഈ സാഹസിലാരിലുണ്ടോ? അങ്ങനെ കഴിക്കണം. രാവിലത്തെ ഭക്ഷണം പഴഭക്ഷണമാക്കി നോക്ക് നിങ്ങൾ. ഇത്രയും ദിവസത്തേക്കാൾ ഉണർവോടെ, ഉഷാറോടെ, ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ കഴിയും. ഇത് പറയുമ്പോൾ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാവൈദ്യശാസ്ത്ര പണ്ഡിതനെ ഓർമ്മിക്കുന്നു ഞാൻ. തബറുക്കിന് വേണ്ടി അവിടുന്ന് പഠിപ്പിച്ച ഇൽമ് ഞാൻ ഈ സദസ്സിൽ വെക്കുകയാണ്. അതും തബറുക്കിന് വേണ്ടിയാണ്. നിങ്ങളുടെ പ്രഭാത ഭക്ഷണം ഏറ്റവും നന്നായി പഴുത്ത് തൊലികറുത്ത നേന്ത്രപ്പഴവും ഈത്തപ്പഴവുമായാൽ പിറ്റേ ദിവസം വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ശരീരത്തിന് രോഗം വരൂല. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള രോഗം വരൂല. അപ്പൊ ഏറ്റവും ഉണർവുള്ള പകലുകൾ, ഏറ്റവും ഉഷാറുള്ള പകലുകൾ, ഏറ്റവും എനർജറ്റിക്കായ ശാരീരികാവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയം പഴഭക്ഷണം കഴിക്കണം. അതിനേറ്റവും നല്ലത് പ്രഭാതത്തെ തെരഞ്ഞെടുക്കലാണ്. അത്താഴത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഴത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ശഹ്റു റമദാൻ വരാൻ പോവുകയാണ്. അത്താഴം കഴിക്കാതെ നിങ്ങളിൽ ആരും നോമ്പെടുക്കരുത്. ഒരാളും അതിനെ നിസ്സാരപ്പെടുത്തരുത്. തറാവീഹ് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചുറങ്ങിയിട്ട് ഞാൻ അത്താഴത്തിന് എണീക്കാറില്ല എന്ന് പറയരുത്.
ഇത് നിർഭാഗ്യമുള്ള ആളുടെ ലക്ഷണമാണ്. ബർക്കത്തുള്ള ഒരു ഭക്ഷണത്തെ ഉപേക്ഷിച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു ഭക്ഷണത്തെ വേണ്ടാന്ന് വെച്ചവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യത്തെ വേണ്ടാന്ന് നോക്കുക നിങ്ങൾ ആരാണ്? പ്രത്യേകിച്ച് തിന്നൽ ഇഷ്ടമുള്ള നമ്മൾ തിന്നാൻ പറഞ്ഞാൽ ബർക്കത്ത് കളയണോ? നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് തിന്നാന്ന് പറയണത്. അതിൽ ബർക്കത്തുള്ള കാര്യം നമ്മൾ എന്തിനു കളയണം? എല്ലാവരും അത്താഴം കഴിക്കണം. റമദാൻ വരികയാണ്, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അത്താഴം പഴഭക്ഷണമാക്കണം. ഇസ്ലാമിക വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാര് ആ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നതിന്റെ ഒരുപാട് ശാസ്ത്ര ഗുണങ്ങൾ പറയുന്നുണ്ട്. ചെറിയ സമയമായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. ആ സമയത്ത് പഴങ്ങൾ കഴിക്കുന്നതിന്റെ ഒരുപാട് ഉപകാരങ്ങൾ പറയുന്നു. അപ്പം നമ്മുടെ ഈ മഹല്ലിൽ ഇത്രയും വലിയൊരു സദസ്സ്, ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സദസ്സ് സംഘടിപ്പിച്ച ഈ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, അല്ലാതെ പൂർവ്വ വിദ്യാർത്ഥി എന്നൊരു പ്രയോഗം ഭംഗിയില്ലാത്ത പ്രയോഗമാണ്. പറയണോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ സംഘാടകർക്ക്. എപ്പോഴും വിദ്യാർത്ഥിയാണ്. നമ്മളെങ്ങനെ പൂർവ്വ വിദ്യാർത്ഥിയാവുക? സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി, ആ അർത്ഥത്തിൽ നമുക്ക് അതിനെ അംഗീകരിക്കാം. പക്ഷേ പഠിച്ച സ്ഥാപനത്തിലെ എപ്പോഴും വിദ്യാർത്ഥിയായി ജീവിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് അവരുടെ സംഘാടനത്തിലെ ഏറ്റവും വലിയ ഹിക്മത്ത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടുത്തെ സീനിയർ സ്റ്റുഡൻസ്, മുതിർന്ന വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ കൂടുക, വല്ലപ്പോഴും ഇതേ കലാലയത്തിൽ പഠിക്കുക, അതാ കൂടുതൽ ഭംഗി. ഒരു മനുഷ്യന്റെ ആരോഗ്യം എപ്പോഴും പുതുമയോടെ നിൽക്കണമെങ്കിൽ അയാൾ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ അറിവ് പഠിക്കണം എന്നാ. തിന്നൽ കൊണ്ടും കുടിക്കൽ കൊണ്ടും പഴം കഴിക്കൽ കൊണ്ടും മാത്രമൊന്നും മനുഷ്യന് ആരോഗ്യം ഉണ്ടാവില്ല. ഓരോ ദിവസവും അവന്റെ ഇൽമിൽ പുതുമയുണ്ടാവണം. അങ്ങനെയാകുമ്പോൾ ഈമാനിൽ പുതുമയുണ്ടാകും. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ കൊണ്ട് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യത്തെ പഠിക്കുകയും ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുകയും വേണം. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിന്റെ ഖുവ്വത്ത്. ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് ശരീരത്തിന്റെ ഖുവ്വത്ത്. ആ ഖുവ്വത്തിനെയാണ് നമ്മൾ സിഹത്ത് എന്ന് വിളിക്കുന്നത്. ആ ശക്തിയെയാണ് നമ്മൾ ആരോഗ്യം എന്ന് വിളിക്കുന്നത്. ഓരോ ദിവസവും നിനക്ക് നിന്റെ രക്ഷിതാവിലുള്ള അറിവ്, പുതിയ അറിവുണ്ടാവട്ടെ. നിന്റെ ശരീരത്തിൽ പുതുമയുണ്ടാകും. നിന്റെ ശരീരവും ഓരോ ദിവസവും പുതിയതാണ്. ഓരോ സെക്കൻഡിലും നിന്റെ ശരീരം പുതുമ തേടുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ നിരന്തരം മരണം നടക്കുന്നുണ്ട്. നിന്റെ ശരീരത്തിൽ നിരന്തരം മൃത്യു നടക്കുന്നു. അങ്ങനെ മരിച്ചടിഞ്ഞു കൂടുന്ന കോശവ്യൂഹങ്ങളെ വിളിക്കുന്ന പേരാണ് മൃതകോശങ്ങൾ, എയ്റോബിക് വേസ്റ്റ്. നിന്റെ ശരീരത്തിൽ നിരന്തരം കോശങ്ങൾ മരിക്കുന്നു, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. ഈ പുതിയ കോശങ്ങൾക്ക് ഉണർവുണ്ടാകണമെങ്കിൽ ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൻ തയ്യിബ. നല്ല വാക്കുകൾ കേൾക്കുന്നത് ശരീരത്തിന് എനർജിയാണ് എന്ന് വെച്ചാൽ നല്ല വാക്കുകൾ കേൾപ്പിക്കണം. ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് എന്തിനാ ബാങ്ക് കേൾപ്പിക്കുന്നത്? എനർജി ഉണ്ടാവാൻ, ശരീരത്തെ ബാലൻസ് ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ. മനുഷ്യന്റെ ശരീരത്തിന്റെ ബാലൻസ് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ചെവികളാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഉടനെ വലത് ചെവിയിൽ ബാങ്ക് കേൾക്കാൻ, ഇടത് ചെവിയിൽ ഇഖാമത്ത് കേൾക്കാൻ പഠിപ്പിച്ചെന്തിനാ? നല്ല വാക്കുകൾ കേൾക്കുന്നത് ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്താൻ സഹായിക്കും. അപ്പൊ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നന്നായി കേൾക്കുക. പ്രഷറിന്റെ രോഗത്തിനൊക്കെ ചെറിയ കുറവുണ്ടാവും, രക്തസമ്മർദ്ദ രോഗങ്ങൾക്ക് കുറവുണ്ടാകും, അപസ്മാര രോഗത്തിന് കുറവുണ്ടാകും. എന്താ ചെയ്യാൻ പറഞ്ഞത്? ബാങ്ക് കൊടുക്കുമ്പോ അങ്ങോട്ട് ശ്രദ്ധിക്കാന്ന്. ബാങ്ക് കൊടുക്കുമ്പോ ശ്രദ്ധിക്കാം. ബാങ്ക് കൊടുക്കുമ്പോ അനങ്ങാതിരിക്കണം. എന്തിനാ മതം പഠിപ്പിച്ചത്? മനസ്സിലാക്കണം. ബാങ്ക് കൊടുക്കണ നേരത്ത്, ബാങ്ക് വിളിക്കണ നേരത്ത് എന്തിനാണ് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞത്? ജനിച്ച ഉടനെ എന്തിനാണ് ബാങ്ക് കേൾപ്പിക്കണമെന്ന് പറഞ്ഞത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. രക്തസമ്മർദ്ദം കൊണ്ട് മരണങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ വർഷവും ഇവിടെ മരിക്കുന്നത്
ക്യാൻസർ കൊണ്ടോ എയ്ഡ്സ് കൊണ്ടോ ഒന്നുമല്ല, രക്തസമ്മർദ്ദ രോഗം കൊണ്ടാണ്, ബിപിയുടെ കംപ്ലൈന്റ് കൊണ്ടാണ്. കുഴഞ്ഞു വീണ മരണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ചെറുപ്പക്കാര് മസ്ജിദുകളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കുകൾ ശ്രദ്ധിച്ചു കേൾക്കട്ടെ. അപസ്മാര രോഗമുള്ളവർ ബാങ്ക് ശ്രദ്ധിച്ചു കേൾക്കട്ടെ. അസ്വാഭാവിക പെരുമാറ്റങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതലായി നിങ്ങൾ ബാങ്ക് കേൾപ്പിക്കുക. വികൃതി കൂടുതലുള്ള കുട്ടികൾക്ക് കൂടുതലായി ബാങ്ക് കേൾപ്പിക്കുക. അപ്പൊ നല്ല വാക്കുകൾ, നിന്റെ ശരീരത്തിന്റെ താല്പര്യം നല്ല വാക്കുകൾ കേൾക്കലാണ്. ഓരോ സമയത്തും നിന്റെ ശരീരത്തിൽ പുതുമ സംഭവിക്കുന്നു. അടിസ്ഥാനത്തിൽ നീ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. പലർക്കും ശാരീരിക ക്ഷമത കുറഞ്ഞു പോവാനുള്ള ഒരു പ്രധാന കാരണം മറ്റൊന്നെന്താണ്? പഠനം നിർത്തലാണ്, ഇൽമ് നിർത്തി എന്നതാണ്. ഇൽമിന്റെ വഴി ഉപേക്ഷിച്ചു എന്നാ. നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഉലമാക്കളെ കാണില്ലേ, പണ്ഡിതന്മാരെ കാണില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഉസ്താദ് പറഞ്ഞു ഏഴിമല തങ്ങളൊക്കെ ഞങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഏഴിമല തങ്ങൾ എന്ന് പറഞ്ഞ വലിയ വന്യ വയോധികൻ, അല്ലാഹു മരിച്ചുപോയി ഖബർ വിശാലമായി കൊടുക്കട്ടെ. മൂപ്പര് ആ മഹാനുഭാവന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? കിതാബ് നോക്കിക്കൊണ്ടേയിരിക്കുക. ഒരു തവണ പരിശുദ്ധ ഹജ്ജ് ആ മഹാനുഭാവന്റെ കൂടെ നിർവഹിക്കാൻ അവസരം ഉണ്ടായി. ഞാൻ കൂടുതൽ സമയവും അദ്ദേഹത്തെ കണ്ടത് ഗ്രന്ഥങ്ങൾ, കിതാബുകൾ പരിശോധിക്കുന്നതായിട്ടാണ്. ഹജ്ജിന്റെ അമലിന്റെ ഭാഗമായി മിനാ ടെന്റിൽ ദിവസങ്ങൾ താമസിക്കണം. ഈ താമസത്തിന്റെ വേളയിൽ പലരും ഖുർആൻ ഓത്ത്, ദിക്ർ ചൊല്ലുക പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മഹാനായ മർഹൂം ഏഴുമല തങ്ങൾ ചെയ്യുന്നതാണ് കിതാബുകൾ. ജിദ്ദയെന്നും മറ്റു കുത്തുബഖാനകളിൽ നിന്നൊക്കെ ഇങ്ങനെ ശിഷ്യന്മാര് അറിയുന്ന ആള് കിതാബ് കൊണ്ട് കൊടുക്കുകയാണ്. നമ്മളൊക്കെ ഹജ്ജിനും ഉംറക്കും മറ്റൊക്കെ പോയ മുട്ടായി, ആ ഈത്തപ്പഴം ഇതൊക്കെ കൊണ്ടുതരാം ജനങ്ങള്. തങ്ങൾക്ക് സ്നേഹത്തോടെ കൊണ്ടു കൊടുക്കുന്ന കിതാബാണ്. മൂപ്പറിങ്ങനെ കിതാബ് നോക്കുകയാണ്. എത്ര വയസ്സുള്ള സമയത്ത്? 10:45 പരം ഹജ്ജ് ചെയ്യാൻ ആരോഗ്യത്തോടെ മൂപ്പര് നല്ല റാഹത്തിൽ ചെയ്യാൻ എനർജി. ഇൽമ് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കി. അറിവ് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും. ഇല്ലാലി അബ്ദൂൻ എന്ന് പറഞ്ഞതിന് ഇല്ലാലി അരിഫൂനി എന്ന് ബയാൻ ചെയ്യാറുണ്ട്. എന്നെ അറിയാൻ വേണ്ടി അല്ലാതെ എന്നും ബയാൻ ചെയ്യാറുണ്ട്. എന്താ എന്റെ താല്പര്യം? എന്നെ അറിയുന്നതിലൂടെയാണ് നിന്റെ ആരോഗ്യത്തിന്റെ വർധനവ്, നിന്റെ ശാരീരിക നിലനിൽപ്പ്, മാനസിക നിലനിൽപ്പ് എന്നെ അറിയുന്നതിലൂടെയാണ്. എന്നെ അറിയുക എന്ന ദൗത്യത്തിലായാണ് നിന്നെ സൃഷ്ടിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത്, ഓരോ ദിവസവും പുതുതായ കാര്യങ്ങൾ പഠിക്കുന്നത് വലിയ ഗുണമാണ്. ആരോഗ്യം നിലനിൽക്കും, യുവത്വം നിലനിൽക്കും. ചെറുപ്പക്കാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ അവര് പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞോട്ടെ. പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം മുതിർന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മാസത്തിലൊരു തവണയെങ്കിലും അവർക്ക് ഉപകാരം കിട്ടുന്ന വിഷയം പഠിക്കാനിരിക്കണം. സൂറത്തുൽ കഹ്ഫിന്റെ ചെറുപ്പക്കാര് പഠിക്കണം. സൂറത്തുൽ കഹ്ഫ് അവര് പഠിക്കണം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം ഫസിദ്നാഹും ഹുദാ എന്ന ആയത്ത് കുട്ടികൾ പഠിക്കണം. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആളുകൾ പഠിക്കണം. അവര് എന്നെ വിളിച്ചതിന്റെ സമ്മാനാണിത്. അവർക്ക് ഞാൻ എന്തേലും പറഞ്ഞു കൊടുക്കണ്ടേ? നാട്ടുകാർക്ക് മുഴുവൻ ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കൊടുത്തു. എന്റെ ചെറുപ്പക്കാരുടെ, എന്റെ യുവാക്കൾക്ക് ആരോഗ്യം, സിഹത്ത്, ഖുവ്വത്ത്, നശാത്ത്, അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉശിരുള്ള ശരീരം, അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉശിരുള്ള ശരീരം, ശക്തിയുള്ള ശരീരം. ഫാത്തിമ ബീബിക്ക് വരനായി അലി റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള കാരണം വേറെ പുതിയപ്പിള്ളാരെ കിട്ടാഞ്ഞിട്ടല്ല. ആരോഗ്യമുള്ള ശരീരത്തിന്റെ ഉടമസ്ഥൻ. ഇൽമുള്ളവർ വേറെ ഉണ്ടായിരുന്നു, പൈസ ഉള്ളവർ വേറെ ഉണ്ടായിരുന്നു, ചെറുപ്പക്കാർ വേറെ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിവാഹത്തിന് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ചരിത്രാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ പരിഗണിച്ചത് ശാരീരിക ക്ഷമതയാണ്. അതുകൊണ്ട് എന്റെ പൂർവ്വ വിദ്യാർത്ഥികളെ, ഈ ചെറുപ്പക്കാരോട് അവരുടെ ആരോഗ്യത്തിന്റെ വർധനവിന്
കാലങ്ങളെ അതിജയിക്കുന്ന മഹാരഹസ്യങ്ങൾ പഠിപ്പിച്ച സൂറത്തുൽ കഹ്ഫ്, കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങളെ അതിജയിച്ച് മുന്നോട്ട് പോവാനുള്ള രഹസ്യങ്ങൾ പറഞ്ഞ അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം ഫസിദ്നാഹും ഹുദാ. ചെറുപ്പക്കാർ, യുവാക്കൾ, അവർ സൂറത്തുൽ കഹ്ഫ് പഠിക്കണം. സ്ത്രീകൾ സൂറത്തുൻ നൂർ പഠിക്കണം. വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആളുകൾ സൂറത്തുൻ നസ്ർ പഠിക്കണം. 60 വയസ്സ് കഴിഞ്ഞ ആൾ സൂറത്തുൻ നസ്ർ പഠിക്കണം. ചെറുപ്പക്കാർ സൂറത്തുൽ കഹ്ഫ് പഠിക്കണം. പെണ്ണുങ്ങൾ സൂറത്തുൻ നൂർ പഠിക്കണം. അതിന്റെ ഗുണമുണ്ടാവും ജീവിതത്തിൽ. അപ്പം നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടകർ യുവാക്കളാണ്. അവർക്ക് വേണ്ടി ഒരല്പം സമയം സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇൽമ് പഠിക്കുക എന്നുള്ളത് ശാരീരിക ക്ഷമത അതുകൊണ്ടല്ലേ നിങ്ങൾ ചെറുപ്പക്കാർ ഇവിടെ ശ്രദ്ധിക്കും. അലി റളിയല്ലാഹു തആല അൻഹു ഖൈബർ കോട്ടയുടെ വാതിൽ പറിച്ചെടുത്തു. ഇത് ചരിത്രമാണ്. ഖൈബർ കോട്ടയുടെ വാതിൽ പറിച്ചെടുത്തു. സാധാരണ നിലയിൽ 70 പുരുഷന്മാർ, മല്ലന്മാരായ 70 പുരുഷന്മാര് ചേർന്നാലും പറിച്ചെടുക്കാൻ കഴിയാത്ത, പൊക്കാൻ കഴിയാത്ത ഖൈബറിന്റെ കോട്ടവാതിൽ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാ പൊക്കിയത്? ഇൽമിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശിഷ്യന്മാരുടെ പേരുകളുടെ കൂട്ടത്തിൽ അവിടുത്തെ ഇൽമോട് ചേർത്തി പറഞ്ഞ പേര് വഅലിയും ബാബുഹാ, അന മദീനത്തുൽ ഇൽമി, ഞാൻ ഇൽമിന്റെ മഹാപട്ടണമാണ്, എന്റെ അലിയോ വഅലിയും ബാബുഹാ. ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ടത്, ആരോഗ്യ നിർമ്മതിക്ക് ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം യൗവന കാലഘട്ടത്തിൽ നിന്റെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ പഠിക്കലും ഹദീസ് പഠിക്കലും ഫിഖ് പഠിക്കലുമാണ്. ആരോഗ്യം ഉണ്ടാവും. ഓർണിഷ് തെറാപ്പി, ഒരു തെറാപ്പിയുടെ പേര് ഓർണിഷ് തെറാപ്പി. സൈക്കോ തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫിസിയോതെറാപ്പി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫിസിയോതെറാപ്പി അത് കേൾക്കാണ്ടിരിക്കില്ല. മ്യൂസിക്കൽ തെറാപ്പി ഉണ്ട്. മ്യൂസിക്കൽ തെറാപ്പി, പാട്ട് കേൾപ്പിച്ചിട്ട് സൂക്കേട് മാറ്റുക. നല്ലതാണ്. നല്ല പാട്ട് പാടി കൊടുക്കുക രോഗികൾക്ക്, രോഗം മാറും, വേദന മാറും. സുഗന്ധം ആസ്വദിച്ച് രോഗം മാറും. പല കാരണങ്ങളുണ്ട്. ഇതിലൊരു വേറെ വഴിയാണ് ഓർണിഷ് തെറാപ്പി. നല്ല പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് രോഗങ്ങൾ മാറ്റാം. തീരെ ചെലവില്ലാത്ത കാര്യമല്ല ഇത്. നല്ല പുസ്തകങ്ങൾ വായിച്ച്, ഈ നല്ല പുസ്തകങ്ങളിലെ നല്ല ആശയങ്ങളിൽ ഇവന്റെ ഹൃദയം ചിന്തിച്ച്, ആ ചിന്തിക്കുന്ന സമയത്ത് ഇവനിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജികൾ ശരീരത്തിലെ രോഗാണുക്കളെ ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ഇവൻ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും.